Yes, good morning all. Yes, again, good morning all. So, welcome to another live session from Tiju Sir Academy. So, I am Vineet and Vijayan. So, let's wait some more time for some more people to join for the live session. Okay, hi all. So we can start the live session right now. So as I already said, I am Vineet and Vijayan. So I am going to take you some lessons on IELTS writing task 2. So I think a few more people are here. Okay, fine. Am I audible to guys? If there any problem, please let me know if I'm not audible. So we have been receiving a lot of messages from students that to do more videos about the IELTS writing task 2. So we are planning a series of live sessions on writing task 2 for the upcoming days. വളരെയധികം സ്റ്റുഡൻസ് നമ്മളോട് ആവശ്യപ്പെട്ടതാണ് റൈറ്റിംഗ് ടാസ്ക് 2-നെ കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുള്ള കാര്യം. സോ എല്ലാ സ്റ്റുഡൻസും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് റൈറ്റിംഗ് ടാസ്ക് 2 അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്കോർ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ റൈറ്റിംഗ് ടാസ്ക് 2-ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഇൻ ദ അപ്കമിങ് സെഷൻസിൽ നിങ്ങൾക്ക് കൂടുതൽ റൈറ്റിംഗ് ടാസ്ക് 2 റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്കൊരു അഡ്വാൻസ്ഡ് സ്കോർ മേടിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ട്രിക്സ് എല്ലാം ഞങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് IELTS writing task 2-ലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഐഡൻറ്റിഫൈ ദ റൈറ്റിംഗ് ടാസ്ക് 2 ക്വസ്റ്റ്യൻ. So how to identify a writing task 2 question? So before going to that, I will give you a nutshell about the writing task of IELTS examination. So as we all know, നമുക്കറിയാം രണ്ട് ടാസ്ക്കാണ് IELTS-ൻ്റെ റൈറ്റിംഗ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്, ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2. So for academic candidates, ടാസ്ക് 1 എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. So report writing, as we all know, it's we have to write a summary based on a pictorial illustration, most probably on maybe a graph or a diagram or a map, everything. So നമ്മളൊരു 150 words, minimum ഒരു 150 wordsൽ നമ്മൾ ഒരു 20 minutes കൊണ്ട് നമ്മൾ ഒരു സമ്മറിയാണ് എഴുതേണ്ടത്. So it's called report writing. So when it comes to the case of general candidates, writing task 1 is letter writing. There will be 3 types of letters. നമ്മൾ ആ 3 ലെറ്റേഴ്സിനെ 150 വേർഡ്സിൽ നമുക്കൊരു മിനിമം 20 മിനിറ്റ്സ് ഉണ്ട്, മിനിമം 150 വേർഡ്സിൽ നമ്മളത് എഴുതണം. സോ നെക്സ്റ്റ് ഈസ് റൈറ്റിംഗ് ടാസ്ക് 2. റൈറ്റിംഗ് ടാസ്ക് 2 എന്ന് പറയുന്നത് അക്കാഡമിക് കാൻഡിഡേറ്റ്സിനും ജനറൽ കാൻഡിഡേറ്റ്സിനും ഏകദേശം സെയിം ആണ്. സോ എസ്സേ റൈറ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. സോ മോസ്റ്റ് സ്റ്റുഡൻസ് ആർ ഫേസിങ് ദിസ് എ പ്രോബ്ലം വൈൽ ദേ ആർ അറ്റൻഡിങ് ദിസ് റൈറ്റിംഗ് ടാസ്ക് 2. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും ഈ റൈറ്റിംഗ് ടാസ്ക് 2-ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. സോ റൈറ്റിംഗ് ടാസ്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതലും ഒരു ജനറൽ ഐഡിയ ആയിരിക്കും നമുക്ക് തരുന്നത്. മോസ്റ്റ് പ്രോബ്ലി റിലേറ്റഡ് ടു ദി ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്സ്, ക്രൈം ആൻഡ് ക്രിമിനൽ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ, എൻവിയോൺമെൻറ്റ്, ജെൻഡർ ഇക്വാളിറ്റി, then globalization, genetical engineering, artificial intelligence,
ഈ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അവിടെ തരുന്നത് ഒരു ജനറൽ ടോപ്പിക്ക് തന്നതിന് ശേഷം നമ്മളോട് പറയുന്നത്, സോ വി ഹാവ് ടു ഗിവ് ആൻ ഒപ്പീനിയൻ റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ why we are agreeing with that statement or why we are disagreeing with that statement. We have to briefly explain about that particular topic. So ഇതാണ് റൈറ്റിംഗ് ടാസ്ക് 2 എന്ന് പറയുന്നത്. സോ റൈറ്റിംഗ് ടാസ്ക് 2ലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റിംഗ് ടാസ്ക് 2 നമ്മൾ നോർമലി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നത് 4 പാരഗ്രാഫ്സിലായിട്ടാണ്. ആൻ ഇൻട്രൊഡക്ഷൻ, ദെൻ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, സെക്കൻഡ് ബോഡി പാരഗ്രാഫ് ആൻഡ് എ കൺക്ലൂഷൻ. So most of the students are facing a problem related to the identification of question. So ഒരു ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. അറൗണ്ട് 6 to 7 ക്വസ്റ്റ്യൻസ് ഉണ്ട് റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ അത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഐഡൻറ്റിഫൈ ദ ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ഹൗ ടു അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ, ഹൗ ടു റിയലൈസ് ദ ക്വസ്റ്റ്യൻ, what all are the things, what all are the parts inside that question. ഇതെല്ലാമാണ് ഒരു സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നോർമലി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ഹായ്, സം പീപ്പിൾ ആർ ഹിയർ. ക്രിസ്റ്റി ബിജോയ്, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി. ആതിര വേണുഗോപാൽ, ഹായ് ആതിര, ഗുഡ് മോർണിംഗ്. സോ ഹോപ്പ് യു ഗൈസ് ആർ ഹിയർ. സോ പ്ലീസ് സ്റ്റേ വിത്ത് മീ. സോ ഐ ആം ഗോയിങ് ടു give some idea about the writing task 2. So how to identify a writing task 2 question, that is our topic here. So we can see writing task 2ലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 പാർട്സ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെ തിരിക്കാൻ സാധിക്കും. സോ പാർട്ട് ഓഫ് ആൻ എസ്സേ ക്വസ്റ്റ്യൻ. So these are the 3 parts of an essay question. First one is background or context or topic. We can say it as background topic. And the second one is specific statement, and the third one is question. So ഇതാണ് 3 പാർട്സ്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ 3 പാർട്ടിലാണ് ആ ക്വസ്റ്റ്യനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യേണ്ടതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്, അല്ലെങ്കിൽ ദ നെക്സ്റ്റ് വൺ ഈസ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്, ദ ലാസ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇത് 3നെയും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് topic. So you can see here a background statement is the first sentence in an IELTS essay. നമുക്കൊരു IELTS essay സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് ചില പർട്ടിക്കുലർ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ലൈക്ക് അഡ്വർടൈസിങ്, അങ്ങനെ കുറേയധികം ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള അവർ ചോദിക്കുന്ന അതിനെ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇൻ ആൻ IELTS essay. It should be written to introduce the question by paraphrasing. So here you can see a word paraphrasing. So paraphrasing എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഓൺ ദ നെക്സ്റ്റ് ലൈവ് സെഷൻസ് we will do more about the paraphrasing, how to paraphrase a sentence. So what's importance of paraphrasing, all these things we'll discuss on the next live sessions. So back to the topic. Most of the time it will be a general idea like an invention, general fact, behavior of people and society, and maybe culture reference. ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. സോ it may be like advertisements are very common nowadays and it is affecting the people positively and negatively. So they are trying to give a general factors. നമ്മളോടൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഏരിയ ഓഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഏത് രീതിയിൽ നമ്മളെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യുന്നു, അങ്ങനെ റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കുന്നൊരു ചോദ്യം ഡിഫോറസ്റ്റേഷൻ. For example, so deforestation is one of the most prevailing and worrying aspects in any society, and how the deforestation is affecting us and what solutions we can suggest. ഇതായിരിക്കും ചോദ്യം. സോ നമ്മളുടെ ഇവിടുത്തെ ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷൻ ആണ്. സോ വി ഹാവ് ടു റിയലൈസ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ജനറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ജനറൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ജനറൽ ടോപ്പിക് എന്താണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ
മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോകാൻ പാടുള്ളൂ. സോ ഐഡൻറ്റിഫൈയിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കണം. കാരണം നമുക്കറിയാം റൈറ്റിംഗ് ടാസ്ക് 1-ലാണെങ്കിലും 2-ലാണെങ്കിലും നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ടാസ്ക് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടാസ്ക് അച്ചീവ്മെൻറ്റ് ആൻഡ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഈസ് എൻറ്റയർലി കണക്റ്റഡ്. സോ ഇറ്റ് ഡിപ്പെൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോറിനെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദിസ് റൈറ്റിംഗ് ടാസ്ക്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ടോപ്പിക്സ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ദ ടൈപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ. Second part of the question. It's called a specific statement. So specific statement is the second part of the question. So these statements are maybe the continuation of the background statement. സോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് തരുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും. സോ ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. So most of the time the specific statement will be the after effects or the side effects or the solutions for the general context. അതായിരിക്കും നോർമലി ഇവിടെ സംഭവിക്കുന്നത്. ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ ക്രിമിനൽ റേറ്റ്സ്. സോ ആദ്യം തന്നെ ഒരു ജനറൽ കോണ്ടെക്സ്റ്റ് തരുന്ന ക്രൈം റേറ്റ് ഈസ് ഇൻക്രീസിങ് എക്സ്പോണൻഷ്യലി ഇൻ ദീസ് ഡേയ്സ്. അതായിരിക്കും നമ്മുടെ ഒരു ജനറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ സൊസൈറ്റി ആൻഡ് വാട്ട് സൊല്യൂഷൻ വി ക്യാൻ സജസ്റ്റ്. സോ വി ഹാവ് ടു സെപ്പറേറ്റ് ദീസ് ടു സെൻറ്റൻസസ് ഇൻ ടു സെപ്പറേറ്റ് ടോപ്പിക്സ്. ഇങ്ങനെ സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട് തിരിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായ ഒരു അർത്ഥത്തിൽ നമുക്ക് എസ്ഐയിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഫുൾ അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് ദ സെക്കൻഡ് പാർട്ട്. ആൻഡ് വി ആർ മൂവിങ് ടു ദ തേർഡ് പാർട്ട്, ദാറ്റ് ഈസ് question. So here comes the most important part of a IELTS writing task 2 question. This section demands your perspective on a particular topic given in the question. So they have already given two topics there, a general context and a specific statement. So in this section or in this question section, they are asking about your perspective related to that particular topic. So നിങ്ങൾ എങ്ങനെയാണ് ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് എങ്ങനെയാണ് നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യമാണ് അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങളിവിടെ രേഖപ്പെടുത്തേണ്ടത്. സോ നമുക്കിവിടെ അറിയാം, യു കുഡ് ബി ആസ്ക്ഡ് ടു എക്സ്പ്രസ് യുവർ എഗ്രിമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. മേ ബി ഒരു റിലേറ്റഡ് ടോപ്പിക്ക് തന്നിട്ട് അതിൻ്റെ നിങ്ങളുടെ എഗ്രിമെൻ്റ് ആയിരിക്കും ചോദിക്കുന്നത്, വെദർ യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ വെദർ യു ഡിസഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് സെഷൻ വിൽ ബി അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഡിസ്കസ് എ കൺഫ്ലിക്റ്റിംഗ് പോയിന്റ്സ് for related to ഒരു ടോപ്പിക് ഉണ്ടാകും. ആ ടോപ്പിക്കിൻ്റെ both sides will be there and we have to discuss both sides and we have to find a solution for that. We have to find an opinion also. We have to give an opinion from our side. So അല്ലെങ്കിൽ they will quote a specific problem or a specific cause related to something and we have to give a proper explanation for that. And we have to give the solution for that, how we can tackle the situation. All these things should be there. So ഈ തേർഡ് പാർട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആകേണ്ടത്. നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 2 അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആകേണ്ട ഒരു സെഷൻ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം റൈറ്റിംഗ് ടാസ്ക് 2 ഏകദേശം 6 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എഗ്രി ഡിസഗ്രി, second one is discuss both views and give your opinion, then causes and solution, problem solution, then advantages, disadvantages, positives and negatives, double type or direct questions. Different types of questions are there. So നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ജനറൽ കോണ്ടെക്സ്റ്റിനെയും സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിനെയും മനസ്സിലാക്കിയതിന് ശേഷം സോ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് കൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള എസ്സേയുടെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി, മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി. So for example, some people argue that the government should construct free housing for all its citizens. So to what extent do you agree or disagree? Here the question is, they have given a specific statement. That means government അവരുടെ എല്ലാ സിറ്റിസൺസിനും ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കണം എന്നൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി മീൻസ് നിങ്ങൾ അതിനോട് എത്രത്തോളം യോജിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് എത്രത്തോളം വിയോജിക്കുന്നു എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. സോ ഐദർ യു ക്യാൻ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്, യു ക്യാൻ ഡിസഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങളുടെ ഇഷ്ടമാണ് എഗ്രി ചെയ്യണോ ഡിസഗ്രി ചെയ്യണോ ഉണ്ട്. ബട്ട് ദർ ഷുഡ് ബി
proper and valid points for your disagreement or agreement. If you agree with the statement or if you disagree with the statement, whatever it is you can do, but you have to give the proper explanation why I disagree with the statement or why I agree with the statement. So the proper explanation should be there. അതുപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. സോ ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ ഒരു സേർട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സേർട്ടൺ ഐഡിയയുടെ ബോത്ത് സൈഡ്സ് അല്ലെങ്കിൽ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് സൈഡ്സ് ആയിരിക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ആ കോൺഫ്ലിക്റ്റിംഗ് സൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ബോത്ത് സൈഡ്സിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് സൈഡിനെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് വൈ ഐ എഗ്രി വിത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വൈ ഐ ഡിസ്അഗ്രി വിത്ത് സെക്കൻഡ് ഫിനോമിനൻ, നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ വിത്ത് പ്രോപ്പർ എക്സാമ്പിൾ വേണം നമ്മൾ എസ്സേയിൽ കൊടുക്കാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ വരുന്ന മറ്റ് പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ സാധിക്കും റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ അകത്ത്, കോസ് ആൻഡ് സൊല്യൂഷൻ, പ്രോപ്പർ സൊല്യൂഷൻ, ഇതെല്ലാം. സോ ഐഡൻറ്റിഫൈ ദ ക്വസ്റ്റ്യൻ ഇൻ ദിസ് പാർട്ട്. ഈ പാർട്ടിലെ ക്വസ്റ്റ്യനെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ എസ്സേയിലേക്ക് പുറക്കാൻ പാടുള്ളൂ. സോ ടാസ്ക് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ടാസ്ക് അച്ചീവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എസ്സേയുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ ടോപ്പിക്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, സോ ഇറ്റ് വിൽ നെഗറ്റീവ്ലി അഫക്റ്റ് അവർ എസ്സേ റൈറ്റിംഗ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ അഫക്റ്റ് അവർ സ്കോർ. സോ അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് ടാസ്ക് 2-ലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ യു ഹാവ് ടു റീഡ് ട്വൈസ്, 2 തവണയെങ്കിലും മിനിമം വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം എന്താണ് ആ ക്വസ്റ്റ്യനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാട്ട് ദേ ആർ ട്രൈങ് ടു സേ എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ജനറൽ കോണ്ടെക്സ്റ്റ്, ദെൻ ദ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ഫൈനലി മൂവ് ടു ദ ക്വസ്റ്റ്യൻ. ഈ 3 പാർട്ടും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സോ ദെൻ യു ക്യാൻ റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഈസിലി. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു സം sample essay questions, and we are going to separate question into 3 parts. Okay, so the question is, when a country develops its technology, the traditional skills and way of life die out. It is pointless to try and keep them alive. To what extent do you agree or disagree with this opinion? So they have given a questions related to the developments and the technology of a country, and also they have given another point and about the traditional skills and the way of life, and they have also asked a question whether you agree with the statement or disagree with the statement. 3 sections are there. So we are going to elaborate this question. We are going to split these questions into 3 parts. So as you can see, 3 parts are here. It's the background topic, the specific statement, and the question. So you can see when a country develops its technology, the traditional skills and ways of life die out. It is pointless to try and keep them alive. To what extent do you agree or disagree with this opinion? So you can see നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റിനെ. So the background topic is, you can see here, when a country develops its technology, the traditional skills and the way of life die out. So here you can see 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ടെക്നോളജി ഡെവലപ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, ട്രഡീഷണൽ സ്കിൽസ് ആൻഡ് വേ ഓഫ് ലൈഫ് ഡൈ ഔട്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ട്രഡീഷൻ ആൻഡ് കൾച്ചർ വിൽ വൈപ്പ് ഔട്ട് ഫ്രം അവർ ലൈഫ് സ്റ്റൈൽ. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു രാജ്യം ഡെവലപ്ഡ് ആകുമ്പോൾ അതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, ദേ വിൽ ഫോർഗെറ്റ് അബൌട്ട് ദ ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഓർ ദ ഔട്ട്ഡേറ്റഡ് ട്രഡീഷൻ ആൻഡ് കൾച്ചർ. ദാറ്റ്സ് എ മേജർ തിങ് ഹിയർ. സോ ടെക്നോളജി ഈസ് ഫെസിലിറ്റേറ്റിംഗ് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെക്നോളജീസ് ഡെവലപ്പ് ആകും തോറും നമ്മുടെ ലൈഫ് കൂടുതൽ ഫെസിലിറ്റേറ്റ് ആകുന്നു, കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടുന്നു, കുറച്ചുകൂടെ ഈസി ആകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ആ ഒരു സിറ്റുവേഷനിൽ വി ഡോണ്ട് നീഡ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് ദ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഓർ ട്രഡീഷണൽ items or traditional things we have been following for a long time. So we don't need to stick on that. അതാണ് ഇവിടുത്തെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ട്രഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി വൈപ്പ് ഔട്ട് ആകും എന്നൊരു കാര്യം അവർ പറയുന്നത് ഇപ്പോൾ രാജ്യം ഡെവലപ്പ് ആകുമ്പോൾ. സോ അതിൻ്റെ ഒരു സെക്കൻഡ് സെഷനായിട്ട് അവർ തന്നിരിക്കുന്നതാണ്, സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് പോയിന്റ്ലെസ് ടു ട്രൈ ആൻഡ് കീപ് ദം അലൈവ്. സോ they are saying that we don't need to stick on the tradition and culture. So
we can let them die out, or it is pointless. That is അതിനെ അല്ലെങ്കിൽ ട്രഡീഷനെയും കൾച്ചറിനെയും നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതുകൊണ്ടോ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യമാണ് അവിടെ പറയുന്നത്. സോ രണ്ട് സെക്ഷൻസ് ആയിട്ട് നമ്മൾ അതിനെ തിരിച്ചു. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് when a country develops its technology, ഒരു രാജ്യത്തിൻ്റെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഒരു രാജ്യം ഫേസ് ചെയ്യുമ്പോൾ ദ ട്രഡീഷണൽ സ്കിൽസ് ആൻഡ് വേ ഓഫ് ലൈഫ് ഡൈ ഔട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ട്രഡീഷണൽ സ്കിൽസും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടി വരും എന്നൊരു കാര്യം അവിടെ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കിൽ തന്നെ അവർ പറഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് സെക്ഷൻ ദ സ്പെസിഫിക് ടോപ്പിക്കായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് പോയിന്റ്ലെസ് ടു ട്രൈ ആൻഡ് കീപ് ദം അലൈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഡോണ്ട് നീഡ് ടു സ്റ്റിക്ക് ഓൺ ദം, വി ഹാവ് ടു മൂവ് ഓൺ വിത്ത് ദ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. To what extent do you agree or disagree with this opinion? So that is the question here. To what extent do you agree or disagree with this opinion? So they have asked, നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു? So we have to give an proper opinion for this question, whether you agree with the statement or whether you disagree with the statement. So അത് നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. പക്ഷേ ഈ ഒരു ക്വസ്റ്റനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രണ്ട് പാർട്സിനാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അവരൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്നാണ് വെച്ചത്. സോ നമ്മൾ ഏത് ഒപ്പീനിയനോട് യോജിക്കും, അല്ലെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? വെൻ എ കൺട്രി ഡെവലപ്സ് ഇറ്റ്സ് ടെക്നോളജി ദ ട്രഡീഷണൽ സ്കിൽസ് ആൻഡ് വേ ഓഫ് ലൈഫ് ഡൈ ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുമോ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പോയിന്റ്ലെസ് ടു ട്രൈ ആൻഡ് കീപ് ദം അലൈവ് എന്ന് പറയുന്ന പോയിന്റിനോട്. So when we completely agree with the statement, we have to agree with both these statements. So we have to give the idea about definitely when a country develops its the traditional skills and way of life will wiped out from that country. എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അഡ്രസ് ചെയ്യണം. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ ട്രൂ ദാറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? People will try to find more feasible ways to make their life easier. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മളവിടെ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നീട് ചെയ്യണം നമ്മൾ പറയേണ്ട, അതിനുശേഷം നമ്മൾ പറയണം. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡെഫിനറ്റ്ലി ദ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഓർ ദ ട്രഡീഷണൽ തിങ്സ് വിൽ ഡൈ ഔട്ട് ഫ്രം അവർ ഡേ ടു ഡേ ലൈഫ്. അതുകൂടി നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ ടാസ്കിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. ആ ടാസ്കിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. വി ഷുഡ് realize what they have asked for. Okay, so I hope you guys understand what I have mentioned here. So I will repeat it one more time. The question is, when a country develops its technology, the traditional skill and the way of life die out, it is pointless to try and keep them alive. To what extent do you agree or disagree with this opinion? So we have divided or separated that particular question into three parts. The first part is when a country develops its technology, the traditional skills and way of life die out. That was the first background topic. And the second specific statement is it is pointless to try and keep them alive. So we don't need to spend our precious time to save these traditional skills എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ടു വാട്ട് എക്സ്റ്റെന്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു എന്നൊരു കാര്യം കൂടി അവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഡോണ്ട് നീഡ് ടു spend a lot of time for this. ഒരു ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ അത്രയധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ വെൻ യു ഹാവ് എ പ്രോപ്പർ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു വിത്തിൻ 1 or 2 minutes. 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഹിയർസ് another sample question. It's in spite of the advances made in agriculture, many people around the world still go hungry. Why is this case? What can be done about this problem? So it's a causes and solution essay. They have asked for some of the causes of the above mentioned scenario, and they also asked about some solution, what can be done about this problem. Okay, so we can split these questions. So what's the meaning of this question? In spite of the advances made in agriculture, many people around the world still go hungry. So ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം,
ധാരാളം അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമ്മളുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് ഫീൽഡിൽ ധാരാളം അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മെനി പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് സ്റ്റിൽ ഗോ ഹംഗ്രി. ലോകത്തിൽ ഇപ്പോഴും മജോറിറ്റി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യാണ്? ദേ ആർ സ്റ്റിൽ അണ്ടർ ഹംഗ്രി. ദാറ്റ് മീൻസ് അവരിപ്പോഴും എന്താണ്? അവരിപ്പോഴും പട്ടിണിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തുകൊണ്ട് ഇത് സംഭവിക്കും? വൈ ഈസ് ദിസ് കേസ്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ക്യാൻ ബി ഡൺ അബൌട്ട് ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചോദ്യം കൂടിയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഹിയർ യു ക്യാൻ സി നമ്മൾ ആ 3 ക്വസ്റ്റിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക് ഈസ് ഇൻ സ്പൈറ്റ് ഓഫ് ദ അഡ്വാൻസസ് മെയ്ഡ് ഇൻ അഗ്രികൾച്ചർ ദ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മെനി പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് സ്റ്റിൽ ഗോ ഹംഗ്രി ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വൈ ഈസ് ദിസ് കേസ് ആൻഡ് വാട്ട് ക്യാൻ ബി ഡൺ അബൌട്ട് ദിസ് പ്രോബ്ലം. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റനിൽ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിനെ എന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കും സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റും ആവുമെന്ന് ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ആക്ച്വലി ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇൻസ്പൈറ്റ് ഓഫ് ദി അഡ്വാൻസസ് മെയ്ഡ് ഇൻ അഗ്രികൾച്ചർ മീൻസ് ധാരാളം അഡ്വാൻസസ് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്. സോ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദ ഇനിഷ്യേറ്റീവ്സ് ആർ ഗോയിങ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ഫാമിംഗ് ഫീൽഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ഫാമേഴ്സ് ഇവരുടെ എല്ലാവരും ബിഹേവിയർ എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഓൺലി ബിക്കോസ് ഓഫ് ദ അഡ്വാൻസസ് മെയ്ഡ് ഇൻ ദ ടെക്നോളജിക്കൽ ഫീൽഡ്. ധാരാളം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? അഗ്രികൾച്ചറൽ ഫീൽഡ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കുന്നത് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയേഴ്സ്. ഈവൻ ദോ അതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ വളരെയധികം അഗ്രികൾച്ചർ ഫീൽഡിൽ വളരെയധികം അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മെനി പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് സ്റ്റിൽ ഗോ ഹംഗ്രി. ലോകത്തുള്ള ധാരാളം ആൾക്കാർ എന്ത് സംഭവിക്കുന്നു? അവർ ഇപ്പോഴും പട്ടിണിയിലാണ് അല്ലെങ്കിൽ ഹംഗ്രിയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദേ ഹാവ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ വൈ ഈസ് ദിസ് കേസ്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സോ വി ഹാവ് ടു ഗീവ് ആൻ എക്സ്പ്ലനേഷൻ വൈ ദിസ് ഈസ് ഹാപ്പനിങ്, വൈ ദിസ് പീപ്പിൾ ആർ സ്റ്റിൽ അണ്ടർ ഹംഗ്രി. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ ആർ ലോട്ട്സ് ഓഫ് റീസൺസ്. ധാരാളം കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ലോകത്തുള്ള ഒരു ജനത മൊത്തം പട്ടിണിയിലാകാൻ അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് പീപ്പിൾ ആർ അണ്ടർ ഹംഗ്രി. അതിന് പല റീസൺസ് ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഗ്രികൾച്ചറൽ ഫീൽഡിൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടും ആൾക്കാർ എന്തുകൊണ്ട് പട്ടിണി കിടക്കുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ധാരാളം കാരണങ്ങളുണ്ടാവും. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തുകൊണ്ടാണ് പട്ടിണി കിടക്കുന്നത് അല്ലെങ്കിൽ വൈ ദേ ആർ അണ്ടർ ഹംഗ്രി എന്നൊരു ചോദ്യത്തിന് ധാരാളം ആൻസേഴ്സ് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ദ അഡ്വാൻസസ് മെയ്ഡ് ഇൻ അഗ്രികൾച്ചറിൽ ഇത്രയധികം അഡ്വാൻസസ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയധികം ആൾക്കാർ പട്ടിണി കിടക്കുന്നു? സോ അവർ ടോപ്പിക് ഷുഡ് ബി വിത്തിൻ ദ അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഡെഫിഷ്യൻസീസ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്? അപ്പം നമുക്കിവിടെ പറയേണ്ട കാര്യം അഗ്രികൾച്ചറൽ ഫീൽഡിൽ അല്ലെങ്കിൽ അഡ്വാൻസ്മെൻറ്റ്സിലുള്ള ഒരു ഡെഫിഷ്യൻസീസ് ആണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ട് പോലും ഒരു പ്രോപ്പറായിട്ട് ഒരു ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് ഗ്രെയിൻസ് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇൻസ്പൈറ്റ് ഓഫ് ദ അഡ്വാൻസസ് മെയ്ഡ് ഇൻ അഗ്രികൾച്ചർ മെനി പീപ്പിൾ സ്റ്റിൽ അറൗണ്ട് ദ വേൾഡ് ആർ ഗോ ഹംഗ്രി. സോ വി ഹാവ് ടു ഗിവ് ദ കോസസ്, എന്തുകൊണ്ട് സംഭവിക്കുന്നു. So we can give a different types of lots of solution for this particular problem. So we can see the first problem will be like uneven distribution of food grains. So we can see even though the world has sufficient food grains to distribute to all other countries, but the distribution is not properly happening. So we can call uneven distribution of food grains. So maybe it's because of the influence of developed countries or any other problems. We can specifically say about the problem there. So the second cause will be like the lack of climatic conditions or suitable climatic conditions. Like some of the third world countries are facing some lack of fertile land, also the lack of also the scarcity of water. All those things are affecting the distribution of proper these food grains all around the world. So അങ്ങനെ പല കോസസ് നമുക്ക് പറയാൻ സാധിക്കും. ഓൺലി റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ ടോപ്പിക്, ഓൺലി റിലേറ്റഡ് ടു അഗ്രികൾച്ചർ.
ആ ടോപ്പിക്കിൽ മാത്രം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മൾ പറയേണ്ടത് ദ സൊല്യൂഷൻ ഫോർ ദിസ് സിനാരിയോ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സോ വി ഹാവ് ടു ഗീവ് സം സൊല്യൂഷൻസ് ഓൾസോ. റിമെമ്പർ വൈ യു ആർ ഗീവിങ് ദ സൊല്യൂഷൻ ഫോർ എ പർട്ടിക്കുലർ കോഴ്സ്. നിങ്ങൾ കൊടുക്കേണ്ടത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ഉള്ള സൊല്യൂഷൻ അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആൾക്കാർ പട്ടിണിയിലാകുന്നത് എന്നതിനുള്ള കുറച്ച് റീസൺസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ റീസൺസ് പറയുന്നത് അൺഈവൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ അൺഈവൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള സൊല്യൂഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് പറഞ്ഞു. സോ ഹൗ ടു ഓവർകം ദ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ആ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് എടുക്കാൻ സാധിക്കും. സോ കോസ് ആൻഡ് സൊല്യൂഷൻ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീസണിലുള്ള സൊല്യൂഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. നമ്മളുടെ ജനറൽ ടോപ്പിക്കായിട്ടുള്ള അഗ്രികൾച്ചർ പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ അല്ല കൊടുക്കേണ്ടത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. Okay, so hope you understand the question. I will explain it one more time. In spite of the advances made in agriculture, many people around the world still go hungry. Why is this case? What can be done about this problem? So the background topic is here. In spite of the advances made in agriculture, that means a lot of advancements are happening in the agricultural field. And the second one is specific statement, many people around the world still go hungry. A lot of people are still facing the issue of hunger. And the question is, why is this case? What can be done about this problem? എന്തുകൊണ്ട് സംഭവിക്കുന്നു and why this is happening, and you have to suggest some solutions for this particular scenario. Okay, so this was the question. So we are moving to the next sample question. So that you can see here, some people say music is a good way of bringing people of different culture and ages together. To what extent do you agree or disagree? So this is another agree or disagree question. ഇവിടുത്തെ ചോദ്യം, some people say music is a good way of bringing people of different culture and ages together. സോ അവർ പറഞ്ഞിരിക്കുന്നത് മ്യൂസിക് ഈസ് എ ഗുഡ് വേ, മ്യൂസിക് ഒരു നല്ല സൊല്യൂഷനാണ്. എന്തിനുള്ള സൊല്യൂഷനാണ്? ബ്രിങ്ങിങ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഏജസ് ടുഗദർ. പല കൾച്ചറിലും പല പ്രായത്തിലും അല്ലെങ്കിൽ പല ഏരിയയിലും ബിയോണ്ട് ദ ജിയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് നമുക്ക് ആൾക്കാരെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ സാധിക്കും? വിത്തൗട്ട് ദ കൾച്ചറൽ ബാരിയേഴ്സ് ഓർ ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് നമുക്ക് ആൾക്കാരെ ഒരുമിച്ചെത്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ബ്രിങ്ങിങ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചർ ഒരുമിച്ച് ചേർക്കാൻ സാധിക്കും. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു അഗ്രി ഓർ ഡിസഗ്രി? നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. സോ വി ഹാവ് ടു എക്സ്പ്ലെയിൻ music is a good way of bringing people, or how music can be act as a connecting bridge between the people. So okay, so we are going to split the question, and we can see here some people say music is a good way of bringing people of different culture and ages together. To what extent do we agree or disagree? So here you can see the background topic, the role of music in our lives. So there is a slight difference compared to the previous question, right? So തൊട്ട് മുമ്പേ നമ്മൾ നോക്കിയ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഇവിടെ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം കൂടി നിങ്ങളെപ്പോഴും മനസ്സിൽ വെക്കുക, ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്സ് ക്യാൻ ബി ഹിഡൻ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന റോൾ ഓഫ് മ്യൂസിക്കിൻ്റെ, എന്തുകൊണ്ട് ഇത് റോൾ ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്സ് ആണെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കുന്ന കാര്യം, സം പീപ്പിൾ സേ മ്യൂസിക് ഈസ് എ ഗുഡ് വേ ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഏജസ് ടുഗദർ. സോ അതൊരൊറ്റ സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവരവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. മ്യൂസിക്കിന് എന്ത് ചെയ്യാൻ സാധിക്കും, മ്യൂസിക്കിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യം വിത്തൗട്ട് ഓർ ബിയോണ്ട് ദ കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ദേ ക്യാൻ ബ്രിങ് ദ പീപ്പിൾ ടുഗദർ എന്നൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ ഒരു അതിനെ നമുക്കൊരിക്കലും ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കായിട്ട് എടുക്കേണ്ടത് ദ റോൾ ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ലൈഫ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഡേ ടു ഡേ ലൈഫിൽ എന്തിന് മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടി അവിടെ ഹിഡൻ ആയിട്ട് അവരവിടെ മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് അവിടെ ക്വസ്റ്റനിൽ ഇല്ലെങ്കിൽ പോലും വി ഹാവ് ടു റിയലൈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ മ്യൂസിക്കിനുള്ള ഒരു സ്ഥാനത്തെക്കുറിച്ച് കൂടി നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷമാണ് അവർ പറഞ്ഞിരിക്കുന്നത് സം പീപ്പിൾ സേ മ്യൂസിക് ഈസ് എ ഗുഡ് വേ ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഏജസ് ടുഗദർ. ഈ മ്യൂസിക്കിന് വളരെയധികം ആൾക്കാരെ എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ സാധിക്കും എന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. പിന്നീടുള്ള ക്വസ്റ്റ്യൻ ആണ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സം പീപ്പിൾ സേ മ്യൂസിക് ഇറ്റ്സ് എ ഗുഡ് വേ ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഏജസ് ടുഗദർ. നമ്മൾ ആ കോണ്ടെക്സ്റ്റ്
കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും യെസ് ഐ അഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്കതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കും. കാരണം മ്യൂസിക് ഈസ് കോമൺ എവരിവെയർ. നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ മ്യൂസിക് ബിയോണ്ട് ദ ലാംഗ്വേജ് മ്യൂസിക്കിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. പല ലാംഗ്വേജിലുള്ള മ്യൂസിക് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. സോ വി ക്യാൻ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾസ് അല്ലേ. ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്, വെർണാക്കുലർ ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലതരത്തിലുള്ള അല്ലെങ്കിൽ പല ലാംഗ്വേജിലുള്ള സോങ്സ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോ വി ആർ അക്സെപ്റ്റിംഗ് ഓൾ ദോസ് സോങ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മ്യൂസിക്കിന് എന്ത് ചെയ്യാൻ സാധിക്കും, ആൾക്കാരെ ഒരുമിച്ച് ചേർക്കാൻ കൊണ്ടുവരാൻ സാധിക്കും. സോ വി ക്യാൻ അഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓർ കംപ്ലീറ്റ്ലി agree with the above mentioned opinion that you have given. നമുക്കതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാം. സോ ദെൻ വി ഹാവ് ടു വൈൽ വി ആർ മൂവിങ് ടു ദ എസ്സേയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ജനറൽ ടോപ്പിക്കിനെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്കിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. കാരണം ഡയറക്റ്റ്ലി നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ ആ പാരാഫ്രൈസിങ്ങിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ്ലി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, മ്യൂസിക്കിന് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നൊരു കാര്യത്തെ പാരാഫ്രൈസ് ചെയ്യുന്നതിന് മുമ്പ് യു ഹാവ് ടു മെൻഷൻ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ലൈഫിൽ മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടി നമ്മളവിടെ മെൻഷൻ ചെയ്തിരിക്കണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ ആ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു മെയിൻ ഏരിയ നിങ്ങളവിടെ വിട്ടുപോവുകയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദെൻ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു എഗ്രി ഓർ ഡിസഗ്രി, യു ഹാവ് ടു ഗീവ് യുവർ ഒപ്പീനിയൻ ദെയർ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം. നിങ്ങൾ എഗ്രി ചെയ്യുന്നു, ഡിസഗ്രി ചെയ്യുന്നു, എത്രത്തോളം എഗ്രി ചെയ്യുന്നു, എത്രത്തോളം ഡിസഗ്രി ചെയ്യുന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാൻ നിങ്ങൾ യു ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ബോഡി പാരഗ്രാഫ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റനിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കും. ഞാൻ ആദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കമ്പയർ ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ഹിഡൻ ഐഡിയ കൊടുത്തിട്ടുണ്ട്, ദ റോൾ ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. അതൊരിക്കലും വിട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ഞാൻ പറഞ്ഞിരുന്നു റൈറ്റിംഗ് ടാസ്ക് 2-ൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. മേ ബി ദ ലാക്ക് ഓഫ് അവയർനെസ് വിൽ അഫക്റ്റ് യു. നമുക്ക് അവർ ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് കൃത്യമായൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ യുത്തൻഷ്യ അല്ലെങ്കിൽ മേഴ്സി കില്ലിംഗ് എന്നൊരു ഏരിയ ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ അകത്ത്. അല്ലെങ്കിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, മോഡേണൈസേഷൻ, ഓൾ ദീസ് തിങ്സ്. ഇവിടെ നിന്നൊക്കെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ വി ഷുഡ് ഹാവ് എ ബേസിക് നോളജ് അബൌട്ട് ഓൾ ദോസ് ഐഡിയാസ്. അതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് കൂടി നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ എസ്സേയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി സാധിക്കത്തുള്ളൂ. സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ റോൾ ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഹിഡൻ ആണെങ്കിൽ പോലും നമ്മളതിനെ മറക്കാതെ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇതാണ് 3 കാര്യങ്ങൾ. സോ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. നമ്മളുടെ റൈറ്റിംഗ് ടാസ്ക് 2-ലേക്കുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈയിങ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ്ലി അഫക്റ്റ് അവർ സ്കോർ എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഫേസിങ് ദിസ് പ്രോബ്ലം. അല്ലെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഡൂയിങ് വെൻ ദേ റിസീവ് ദ ക്വസ്റ്റ്യൻ. ദേ ആർ ഡയറക്ട്ലി they are starting the question, they start to write the essay immediately without any thinking. അതാണ് നമ്മുടെ പല സ്റ്റുഡൻസിനും സ്കോർ കുറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ടാസ്ക് അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞ കാര്യവും അല്ലെങ്കിൽ ഈ ഒരു ഐഡൻറ്റിഫൈ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഇൻ്റർ കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയാണ് ടാസ്ക് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ 3 പാർട്ടായിട്ട് തിരിക്കുക. ആ 3 പാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക്, സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ. സോ ബാക്ക്ഗ്രൗണ്ട് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒരു ജനറലൈസ്ഡ് ആയിട്ടൊരു ഐഡിയ ആയിരിക്കും. ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻറ്റ്സ്, ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ ക്രൈം റേറ്റ്സ്, ക്രിമിനൽ ആക്ടിവിറ്റീസ്, പിന്നെ ഫൈനാൻഷ്യൽ ബഡ്ജറ്റ്സ്, അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഈ ഏരിയയിൽ നിന്നുള്ളൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും തരുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ എന്താണ് അവരതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു ജനറൽ ഫാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ആയിരിക്കും അവർ തരുന്നത്. അല്ലെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇത് ഇറ്റ്സ് എ കോമൺ ഇൻ എ കൺട്രി, അല്ലെങ്കിൽ പീപ്പിൾ ആർ ഫോളോയിങ് ദിസ്, അല്ലെങ്കിൽ ദ ആക്ടിവിറ്റി ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ, ഇതായിരിക്കും അവർ തരുന്നത്. സോ നമ്മളതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ഈസ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ജനറൽ ടോപ്പിക്. ജനറൽ ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ജനറൽ ടോപ്പിക്കിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം.
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗ പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് ഇറ്റ്, ഇത്തരം കാര്യങ്ങളായിരിക്കും പറയുന്നത്. സോ ആ രണ്ട് കാര്യത്തെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് 6-7 ടൈപ്പോളം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ എസ്സേ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നൊരു പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എസ്സേയുടെ റൈറ്റിങ്ങിലേക്ക് കടക്കാൻ ശ്രമിക്കുക. സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം നമ്മളുടെ എക്സാമിനർ ആദ്യം വായിക്കുന്ന, നമ്മുടെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന എക്സാമിനർ ആദ്യം വായിക്കുന്ന ഇൻട്രൊഡക്ഷനാണ്. സോ ദി ഇൻട്രൊഡക്ഷൻ ഷുഡ് ഓൾവേസ് ബി ക്യാച്ചി, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. അതായത് ഒരു എക്സാമിനർ അത് വായിക്കുമ്പോൾ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് വേണം നമുക്ക് അവിടെ എഴുതാനായിട്ട്. സോ ഹൗ ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ, ഓൾ ദീസ് തിങ്സ്, ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് സെഷൻസിലേക്ക് വരാം. സോ അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരു ക്വസ്റ്റിനെ എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 2ലേക്ക് എൻ്റർ ചെയ്യാവൂ. സോ ഹിയർ ഐ എം ഗോയിങ് ടു give a sample question. So if you are there, you can practice it, or you can comment about the general topic and the specific statement, and also about the question. So we can have an interaction about the question, so if you are interested. So you can see the question is, some people believe that it is better to accept a bad situation such as an unsatisfactory job or shortage of money. Others argue that it is better to try and improve such situations. Discuss both views and give your opinions. So can you guys comment the general statement or the general context and the specific statement, and also the type of question here. So you can see ഇവിടെ പറഞ്ഞിരിക്കുന്നത് believe that it is better to accept a bad situation such as an unsatisfactory job or shortage of money. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫാക്ടറി ജോബ്, നമുക്ക് താല്പര്യമില്ലാത്തൊരു ജോബിൽ, അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് ഓഫ് മണിയിൽ നമ്മൾ ജീവിക്കുന്നത്. വി ആർ ഹാവിങ് എ ഷോർട്ടേജ്, ഇഫ് വി ഹാവ് എ ഷോർട്ടേജ് ഓഫ് മണി, ഓർ ഇഫ് വി ഹാവ് an unsatisfactory job, we should accept that situation, and they are saying that we don't need to fight against it. So we should accept that this is our fate, we have to stick on that എന്നൊരു കാര്യമാണ് അവരോട് പറയുന്നത്. നമ്മളതിനെതിരെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല, അത് നമ്മളുടെ ഒരു നമ്മളതിനെ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേഴ്സ് ആർഗ്യൂ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രൈ ആൻഡ് ഇംപ്രൂവ് സച്ച് സിറ്റുവേഷൻസ്. എന്നാൽ മറ്റു ചിലർ പറയുന്നു, a group of people are against this particular statement. They are saying that it is better to try and improve our such situation, fight against it, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എന്നൊരു കാര്യം കൂടി അവരവിടെ പറയുന്നുണ്ട്. സോ ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രണ്ട് സൈഡും ഡിസ്കസ് ചെയ്യണം. സോ വൺ സൈഡ് വിൽ ബി ലൈക്ക് ദിസ്, വി ഷുഡ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. സോ വൈ വി ഷുഡ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് നമുക്കുള്ള, അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫാക്ടറി ജോബിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് മണിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു സൈഡ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓൺ ദ അതർ ഹാൻഡ്, അതിൻ്റെ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്, അതേഴ്സ് ആർഗ്യൂ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രൈ ആൻഡ് ഇംപ്രൂവ് സച്ച് സിറ്റുവേഷൻ, ഹൗ വി ഷുഡ് ഇംപ്രൂവ്, ഓർ ഹൗ വി ഷുഡ് ട്രൈ, or what's the necessity to improve our life standards, how we can improve it. നമ്മൾ ആ ഒരു കാര്യമാണ് സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു ഡിസ്കസ് ബോത്ത് ദ വ്യൂസ് ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. നമ്മളിവിടെ എന്ത് ചെയ്യണം, രണ്ട് സൈഡും ഡിസ്കസ് ചെയ്യണം, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. സോ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ഈ രണ്ട് ക്വസ്റ്റ്യന് രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, പക്ഷേ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തന്നെയാണ്, അല്ലെങ്കിൽ ദ ലൈഫ് സ്റ്റാൻഡേർഡ്, നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ചാണുള്ളതാണ് നമ്മളുടെ ജനറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് സം പീപ്പിൾ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു അക്സെപ്റ്റ് എ ബാഡ് സിറ്റുവേഷൻ ആൻഡ് അതേഴ്സ് ആർഗ്യൂ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രൈ ആൻഡ് ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. ഇവിടെയും ഒരു ഹിഡൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു ഹിഡൻ ഐഡിയ കിടപ്പുണ്ട്. ആ ഹിഡൻ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് കാര്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നാണ് ഒരു ഹിഡൻ ഐഡിയ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ജനറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ സം പീപ്പിൾ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ്, ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ സെക്കൻഡ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഫൈൻ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. സോ
one more question is there, so we are moving to the next question. So it's also a practice question. Although more and more people read news on the internet, newspaper will remain the most important source of news for the majority of people. To what extent do you agree or disagree? So when we come to this question, so we can see what's the meaning of this question. Although more and more people read news on the internet, നമ്മുടെ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഇൻവേഷൻ ഓഫ് ഇൻ്റർനെറ്റ് പീപ്പിൾ ആർ റിലൈങ് മോർ ഓൺ ഇൻ്റർനെറ്റ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ടോപ്പിക്സ്, maybe related to their studies, their work, whatever it is. People are trying to rely more and more on internet. അതാണ് ഇവിടുത്തെ ഒരു ജനറൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. ആൾക്കാർ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റിനെ റിലൈ ചെയ്യുന്നുണ്ട് ഓൺ ദ ഇൻ്റർനെറ്റ്. Even though people are, or although people are relying on internet, newspaper will remain the most important source of news for the majority. ഈ ഒരു സെക്കൻഡ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂസ് പേപ്പേഴ്സ് വിൽ റിമെയിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ന്യൂസ് ഫോർ ദ മജോറിറ്റി ഓഫ് പീപ്പിൾ. ധാരാളം ആളുകൾക്ക് ഇൻ്റർനെറ്റ് ഇത്രയധികം ഇൻഫ്ലുവൻസ് നമുക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ധാരാളം ആൾക്കാർക്ക് മജോറിറ്റി ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും താല്പര്യം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് newspaper is the most important source, or newspaper is the most reliable source of information എന്നാണ് വളരെയധികം ആൾക്കാർ വിചാരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു? സോ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഇവിടുത്തെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? The importance and the acceptance of internet among the people. ആൾക്കാരുടെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻസും അക്സെപ്റ്റൻസും ആണ് ഒന്നാമത്തെ ജനറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈവൻ ദോ ഓർ ഓൾദോ ദിസ് ഇൻ്റർനെറ്റ് ഈസ് വെരി അഡ്വാൻസ്ഡ് ആൻഡ് വെരി അക്സെപ്റ്റബിൾ ഓർ വെരി പോപ്പുലർ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ സ്റ്റിൽ റിലൈങ് ഓൺ ന്യൂസ് പേപ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് കിടക്കുമ്പോൾ, ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് ക്വസ്റ്റൻ ഈസ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു അഗ്രി ഓർ ഡിസഗ്രി, നിങ്ങൾ എത്രത്തോളം യോജിക്കും എന്നൊരു കാര്യം കൂടി ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ തൊട്ട് മുമ്പത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയല്ല, ഇവിടെ നമ്മുടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പീപ്പിൾ ആർ റിലൈ ഓൺ, അല്ലെങ്കിൽ ഓൾദോ മോർ ആൻഡ് മോർ പീപ്പിൾ റീഡ് ന്യൂസ് ഓൺ ദ ഇൻ്റർനെറ്റ് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂസ് പേപ്പറിനെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ തന്നെയാണ് ഏറ്റവും റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം നമ്മൾ ഇഫ് യു ആർ എഗ്രിങ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി, നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്തിട്ടുണ്ടായിട്ട് വരും. സോ നമ്മൾ പറയണം എന്തുകൊണ്ട്, അല്ലെങ്കിൽ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനെറ്റ് എമംഗ് പീപ്പിൾ. ആൾക്കാരുടെ ന്യൂസ് പേപ്പറിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ആൾക്കാർ എത്രയധികം സെർച്ച് ചെയ്യുന്നു, എത്രത്തോളം ആൾക്കാർ റിലൈ ചെയ്യുന്നു എന്നൊരു കാര്യം നമ്മളവിടെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇറ്റ്സ് എ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് എറ ആൻഡ് പീപ്പിൾ ക്യാൻ ഗെറ്റ് എനിത്തിങ് ഇൻ ദ ടിപ്പ് ഓഫ് ദാറ്റ് ഇൻ എ സിംഗിൾ ക്ലിക്ക്. അവരുടെ ഒരു ഫോണിൽ ഒരു സിംഗിൾ ക്ലിക്കിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, ഏത് ഡേറ്റയും എത്ര പെട്ടെന്ന് അവർക്ക് അവൈലബിൾ ആണ്. സോ ദേ ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദ ന്യൂസ് പേപ്പർ, ദേ ഡോണ്ട് നീഡ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ ടു ഗെറ്റ് ഇൻഫർമേഷൻ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇൻ്റർനെറ്റ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ സോഴ്സ്, നോട്ട് ദ മോസ്റ്റ് റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇൻ്റർനെറ്റ് ഈസ് ദ ഈസിലി ആക്സസിബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള കാര്യം നമ്മൾ അതിനോട് എഗ്രി ചെയ്യുക. ഓൺ ദ സെക്കൻഡ് സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യം, why the newspaper is still the most source of the reliable source of information എന്നൊരു കാര്യം കൂടി നമ്മളവിടെ പറയേണ്ടതായിട്ടുണ്ട്. why the importance of what are the importance of this newspaper, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ന്യൂസ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണെന്നുള്ള കാര്യം നമ്മളിവിടെ പറയാനായിട്ട് ശ്രമിക്കണം. സോ we will have a lot of ideas related to this about the importance of newspapers. കാരണം നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് മീഡിയം ആണെങ്കിൽ പോലും ഇറ്റ്സ് ദ ഐഡിയാസ് ആൻഡ് ദ ഇൻഫർമേഷൻ വി ആർ റിസീവിങ് ഫ്രം ദെയർ ദ പെർസെപ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ, അല്ലേ? വളരെയധികം പല ആൾക്കാരുടെയും പെർസെപ്ഷൻസ് ആണ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്നത്. സോ വി കനോട്ട് സേ ഇറ്റ് ആസ് എ റിലയബിൾ സോഴ്സ്. സോ for example, different types of websites are there. People can change or alter the ideas in that websites according to their perceptions. They have the right to do that. So അത്തരം ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ഇൻ്റർനെറ്റിനെ റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. സോ there are lots of people are uploading different ideas. ഈ ഐഡിയാസ് എല്ലാം എന്ത് തന്നെയായിരിക്കും, ഒരു ഫേക്ക് ഐഡിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷൻസിനനുസരിച്ച് ആൾക്കാർ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ആ ഒരു ഡേറ്റ ഒരിക്കലും നമുക്ക് റിലയബിൾ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് വൈ വി ഷുഡ് ടേക്ക് ദ ന്യൂസ് പേപ്പർ ആസ് എ റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, വി ക്യാൻ സേ ദാറ്റ് ന്യൂസ് പേപ്പേഴ്സ് ആർ ഹാവിങ് എ ലോങ് ഇയർ ഓഫ് എക്സ്പീരിയൻസ്, and experienced reporters are there, and most of the time they are giving the news based on
ഒത്തൻറ്റിക് ഇൻഫർമേഷൻ. സോ ഇതെല്ലാം നമുക്കവിടെ പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ദേ ഹാവ് മച്ച് മോർ എക്സ്പീരിയൻസ് ആൻഡ് ദേ ഹാവ് മച്ച് മോർ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് എ സൊസൈറ്റി എന്ന് നമുക്കവിടെ പറയാൻ സാധിക്കും. ബിക്കോസ് അവർക്ക് ഒരു ലോങ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരൊരിക്കലും അവരുടെ റീഡേഴ്സിനെ അൺഫേവറബിൾ ആയിട്ടൊരു കാര്യം ന്യൂസ് പേപ്പറിൻ്റെ അകത്തൂടെ നമുക്ക് ഒരിക്കലും വരില്ല എന്ന കാര്യം കൂടി നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കൺക്ലൂഷനിലേക്ക് പോകാവുന്നതാണ്. സോ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഓൾദോ മോർ ആൻഡ് മോർ പീപ്പിൾ റീഡ് ന്യൂസ് ഓൺ ദ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൽ ധാരാളം ന്യൂസ് വായിക്കുന്നുണ്ടെങ്കിൽ പോലും ന്യൂസ് പേപ്പർ വിൽ റിമെയിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ന്യൂസ് ഫോർ ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്നൊരു കാര്യം നമ്മളവിടെ എന്നോട് എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്ത് പോകാൻ സാധിക്കും. സോ this was the practice, this was the last practice question. Okay, fine. So നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ക്വസ്റ്റൻ ആണ്. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പീപ്പിൾ നിങ്ങളതിനെ കുറച്ചുകൂടെ ഒന്നുകൂടി കേട്ട് നോക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, 3 പാർട്ടായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ക്വസ്റ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റിംഗ് ടാസ്ക് 2 ക്വസ്റ്റിനെ ആ കോണ്ടെക്സ്റ്റിലേക്കുള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ആ കോണ്ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ജനറൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കും അവർ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദിസ്. എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്, അല്ല ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്, അല്ല 2 സൈഡ് ഡിസ്കസ് ചെയ്യാൻ പറയും. സോ ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ സൊസൈറ്റി, ഓൾ ദോസ് തിങ്സ് വിൽ ബി ദെയർ. നമ്മൾ ആ ക്വസ്റ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്വസ്റ്റിനെ ഒന്ന് പ്ലാൻ ചെയ്യുക. എങ്ങനെയാണ് ക്വസ്റ്റിൻ എഴുതുന്നതെന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റൈറ്റിംഗ് ടാസ്ക് 2 എഴുതാൻ തുടങ്ങുക. സോ സ്കോർ. ഓക്കെ, ഫൈൻ. സോ ആസ് ഐ എർലി മെൻഷൻഡ്, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് എന്ന നിലയിൽ നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 2-ൻ്റെ ക്വസ്റ്റിൻ്റെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ അപ്കമിങ് സെഷൻസ് യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് sessions from Tiju's Academy, writing task based on the writing, especially and exclusively for the writing task too. So ഞാൻ പറഞ്ഞിരുന്നു എസ് എ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെ എസ് എ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻട്രൊഡക്ഷനൊപ്പം തന്നെ നമുക്കിനി ബോഡി പാരഗ്രാഫ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ, ഇതെല്ലാം അവിടെ ഉണ്ട്. സോ നമ്മൾ ഇൻ ദ അപ്കമിങ് സെഷൻ, വരുന്ന സെഷൻസിൽ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യും. ഹൗ ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ, how to write a body paragraph, and how to write a thesis statement, how to write an opinion, and how to initiate a conclusion, and how to execute an essay entirely. All those things will be discussed. കാരണം എന്തുകൊണ്ട് ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കൊരു എസ്സേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എങ്ങനെ എസ്സേ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള സാധ്യം. ആദ്യം തന്നെ ക്വസ്റ്റ്യനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കിയത്. അതിനുശേഷം നമുക്കിനി എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഒരു എസ്സേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അപ്കമിങ് സെഷൻസിലേക്ക് പോകാം. സോ ഞാൻ ഈ ലൈവ് സെഷൻസിനിടയ്ക്ക് ഒന്ന് പറഞ്ഞിരുന്നു. സോ സുമി സത്യൻ, താങ്ക് യു സർ, താങ്ക് യു സുമി ഫോർ അറ്റൻഡിങ് ദ ക്ലാസ്. ആൻഡ് പാരാഫ്രൈസിങ് എന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് പാരാഫ്രൈസിങ് എന്ന് പറയുന്നത്. സോ പാരാഫ്രൈസിങ് മീൻസ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ജനറൽ കോണ്ടെക്സ്റ്റിനെ നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ നഷ്ടപ്പെട്ടു പോകാതെ. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഡൂയിങ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റിനെ അതേപടി അതിലേക്ക് എഴുതി വെക്കുകയാണ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കോറിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നൊരു കാര്യം ഇൻട്രൊഡക്ഷനിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പാരാഫ്രൈസിങ്ങിന് വേണ്ടി തന്നെ ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു ലൈവ് സെഷൻ നമുക്ക് ചെയ്യാം. സോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പാരാഫ്രൈസ് ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ ഇൻട്രൊഡക്ഷനിലെ ഒരു ഒപ്പീനിയൻ, ഹൗ ടു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ. ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ പറയുമ്പോൾ റിലേറ്റഡ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഏത് ഒപ്പീനിയൻ എടുത്താലായിരിക്കും, ഞാൻ എഗ്രി ചെയ്താലാണോ ഡിസഗ്രി ചെയ്താലാണോ കുറച്ചുകൂടി ഫേവറബിൾ ആകുന്നത്, ഏത് ടോപ്പിക്കിനോട് ഞാൻ എഗ്രി ചെയ്യണം, ഏത് ടോപ്പിക്കിനോട് ഞാൻ ഡിസഗ്രി ചെയ്യണം, ഹൗ ടു റൈറ്റ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബോഡി പാരഗ്രാഫ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യും, ഹൗ ടു റൈറ്റ് എ പ്രോപ്പർ എക്സാമ്പിൾ, and how to write a conclusion statement for a
body paragraph. And when it comes to the case of conclusion, final conclusion, what all are the things should be in the conclusion? Conclusion നമ്മുടെ ഒപ്പീനിയൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ റെഫറൻസിൻ്റെ ആവശ്യമുണ്ടോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് ഫ്യൂച്ചർ റെഫറൻസ് വേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ സമ്മറി എഴുതേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം എല്ലാ സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആണ്. സോ ഇതെല്ലാം നമ്മൾ മുമ്പോട്ട് വരുന്ന സെഷൻസിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ stay tuned with Tiju's Academy. So thank you all for the classes, and so hope this session was beneficial for you. So നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫൈഡ് ഏരിയയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഹിയർ, ആൻഡ് വി വിൽ ടേക്ക് ഇറ്റ് സീരിയസ്ലി, ആൻഡ് വി വിൽ give you more details about that particular session on the upcoming sessions. Okay, so thank you all for attending the session. Hope this session was beneficial for you, and this is Vineethan Vijayan signing out. Thank you again.